ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്നത് 10 CBSEയുടെ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത വീഡിയോയിൽ ഇച്ചിരി സൗണ്ട് ക്ലാരിറ്റി വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്നത് ഫാക്ടറി സ്കീം, അതായത് ഫാക്ടറികൾ ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫാക്ടറി ഇന്ത്യ, അതായത് 1600 അല്ലെങ്കിൽ 1500 ശേഷമുള്ള കാലഘട്ടം നോക്കുന്നത് ഒരുപാട് ഫാക്ടറികളാണ്. വിദേശ ശക്തികൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് വിദേശ ശക്തികൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഫ്രഞ്ച്, അല്ലെങ്കിൽ അതുപോലെ ആദ്യം വരുന്നതാണ് പോർച്ചുഗീസ്, ഡച്ച്, പിന്നെ ഫ്രഞ്ച്, ലാസ്റ്റ് ബ്രിട്ടീഷ് വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന മില്ല്, അതായത് ഫാക്ടറികൾ, ഒരുപാട് ഫാക്ടറികൾ സ്ഥാപിതമാണ്. അതായത് 80s 70s ശേഷമാണ് ഒരുപാട് ഫാക്ടറികൾ വളരെ കാര്യക്ഷമമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. നോക്കി 1854 ബോംബെയിൽ ഫസ്റ്റ് ഒരു കോട്ടൺ മില്ല് എന്ത് സ്ഥാപിതമാകുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇവിടെ 1862 പിന്നെ അതുപോലെ തന്നെ 1960 74 ഒരുപാട് ഫാക്ടറീസും മില്ലും ഒക്കെ ഇന്ത്യയിൽ ഇനിയൊന്നും വരുന്നത്. നമുക്ക് നോക്കേണ്ട കാര്യത്തിൽ ഹൂ സെറ്റപ്പ് ദ ഇൻഡസ്ട്രീസ്, ആരൊക്കെയാണ് ഈ ഇൻഡസ്ട്രീസിന് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇത് സെറ്റപ്പ് ചെയ്ത് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ വേറെ ക്യാപിറ്റൽ കമ്പനി, ഇതിനാവശ്യമായ ക്യാപിറ്റൽസ്, അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് അല്ലെങ്കിൽ ഏതൊരു കാര്യം തുടങ്ങണമെങ്കിലും അതിനൊരു മൂലധനം വേണമല്ലോ, അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹൂ കെയിം ടു വർക്ക് ഇൻ ഈ മില്ലിലേക്ക് വന്നവർ ആരൊക്കെയാണ്, കാരണം വന്നവർ ആരൊക്കെയാണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഈ വർക്കേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഏർലി ഇൻഡിപെൻഡൻസ്, അതായത് ഇതിന് മുമ്പുള്ള വ്യവസായ വ്യവസ്ഥയിലെ ആൾക്കാരെ കുറിച്ച് നമ്മൾ നോക്കും. ഓക്കെ, the history of many business groups goes back to trade with China. അല്ലേ, നമുക്കറിയാം ചൈനയുമായിട്ട് എന്താ പറയുക, ഏഷ്യയിലെ ഏറ്റവും നല്ല കോട്ടൺ വ്യാപാരം നടന്നത് ആ കാലത്ത് ഇന്ത്യയും ചൈനയുമായിട്ട്. കാരണം ചൈന എന്ന് പറയുമ്പോൾ സിൽക്കിനൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്നു, ഇന്ത്യൻ ഫാബ്രിക്സിന് ഒരുപാട് പ്രാധാന്യം, കാരണം വളരെ ബെസ്റ്റ് ഫൈൻ ഫാബ്രിക്സ് കാരണം ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ ലഭ്യമായിരുന്നതാണ്. ഫ്രം ദ ലേറ്റ് 18th century, as you have heard in your book earlier, the British in India began exporting opium to China and took tea from China, took tea from China to England. Many Indians became junior players in the industry, providing finance, പ്രൊക്യൂറിങ് സപ്ലൈസ്. നമ്മൾ ആ കാലത്ത് ചൈനയുമായിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്. അത് നമ്മുടെ ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ചൈനയിൽ നിന്ന് എന്ത് ചെയ്യുന്നവർ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യ ബിഗാൻ ടു എക്സ്പോർട്ടിങ് ഓപ്പിയം ടു ചൈന. ഇവിടെ നിന്ന് എങ്ങോട്ട് ചെയ്യുന്നു, ഓപ്പിയം കയറ്റി ചെയ്യുന്നു അല്ലേ. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ചൈനയിൽ നിന്ന് ടീ ടു ഇംഗ്ലണ്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു, തേയില ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ ഒരുപാട് ഇടനിലക്കാർ ഇന്ത്യയിലും, അല്ലെങ്കിൽ ഇന്ത്യൻസും മറ്റ് ചൈനീസും ആയിട്ട് ഒരുപാട് ഇടനിലക്കാരുന്നു. കാരണം ഇവർക്ക് കമ്മീഷൻ്റെ ബേസിസിലായിരുന്നു ഇവർ കൂടുതലും വർക്ക് ചെയ്തിരുന്നതാണ്. Having earned through trade, some of these businessmen had various visions of developing industrial enterprise in India. In Bengal, Rabindranath Tagore and made his fortune in the China trade before he turned to industrial investment, setting up 6 joint stock companies in 1830s and 80s. 1930-40 കാലഘട്ടത്തിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. അതായത് ആരാണ് നമ്മുടെ ഈ രബീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു ജോയിൻറ്റ് കമ്പനി, അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് ഓഫ് 6 ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, അതായത് 6 ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ജോയിൻ്റ് ആയിട്ടുള്ളൊരു കൂട്ടായ്മയോടുകൂടിയുള്ളൊരു കമ്പനി 1930-40 കാലഘട്ടത്തിൽ വരുന്നു ഇന്ത്യയിൽ തുടങ്ങും. കാരണം വെച്ചാൽ ഈ ട്രെയിനിന് ഒരു ഇടനിലമായിട്ടുണ്ട്, ഇവിടെ നിന്ന് വാങ്ങി സാധനം കൊണ്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ടാഗോർസ് independence sang along with those of other in the world business crisis of the 1840s, but later in the 19th century many of the China trade became successful industrials. അപ്പോൾ പിന്നീട് 90s ഇവർ സക്സസ് ആകുന്നുള്ള കാലം ഇത് പറയുന്നത് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ബോംബെ, ബാംഗ്ലൂർ, പാരീസ്, ബേക്കൻ, ദിവാസ്പെറ്റി, അങ്ങനെ ഒരുപാട് പേര് ഇത്തരം ചെറിയ അല്ലെങ്കിൽ ഇത്തരം കമ്പനി ട്രേഡ് എൻ്റർപ്രണേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കടന്നു വരുന്നുണ്ട്. 1970 കൽക്കട്ടയിൽ സ്ഥാപിതമാകുന്നു, ബംഗാളിൽ സ്ഥാപിതമാകുന്നു. ഇതൊക്കെ ചൈനയും ബ്രിട്ടനും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ പേരാണ്. ക്യാപിറ്റൽ വാസ് അക്യുമുലേറ്റഡ്. ഇനി അടുത്ത നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ വരുന്നത്. നമ്മുടെ ക്യാപിറ്റൽ വാസ് അക്യുമുലേറ്റഡ് ത്രൂ അതർ ട്രേഡ് നെറ്റ്വർക്ക്സ് അല്ലേ. സം മെർച്ചൻസ് ഫ്രം മദ്രാസ്
traded with Burma whole, while other had links with the Middle East and East Africa. Okay, Middle East Africa ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മിഡിൽ ഈസ്റ്റ്, മധ്യ യൂറോപ്പ് അല്ലെങ്കിൽ മധ്യ ആഫ്രിക്ക എന്നൊക്കെയുള്ള മിഡിൽ ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ആഫ്രിക്ക. പിന്നെ യറ്റ് കൊമേഴ്ഷ്യൽ ഗ്രൂപ്പ്സിൽ ഒരുപാട് ഈ വ്യാവസായിക ഇപ്പോൾ ക്യാപിറ്റൽ പലപ്പോഴും കിട്ടുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രോപ്പർട്ടി ചെയ്തു അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഇടനിലക്കാരുടെ കമ്മീഷൻ ആയിട്ടൊക്കെ നിന്ന് അവർ എന്തെങ്കിലും ഒരു ബിസിനസ് കിട്ടി, ബിസിനസ് ചെയ്ത് ക്യാഷ് കിട്ടി, അതിനെ എന്ത് ചെയ്യുന്നു, പുതിയൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ പുതിയൊരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തെടുക്കുകയാണ് അവർ കൂടുതലും ചെയ്യാറുള്ളത്. ഈ കൊളോണിയൽ കൺട്രോൾ അപ്പം അങ്ങനെ ഒരു ബേസിൽ അങ്ങനെ ക്യാപിറ്റൽ കൂടുതലും അവർ സ്വരൂപിച്ചെടുക്കുന്നത് അങ്ങനെയായിരിക്കും. എക്സ്റ്റേണൽ ട്രേഡ് പുറം രാജ്യങ്ങളിലെ, ബട്ട് they were not directly involved in external trade. They operated with India, carrying goods from one place to another, bagging money, transferring funds between cities and financing traders when opportunities of investment in industries opened up. Many of them set up factories. അപ്പം ഈ പറഞ്ഞ പല ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറേ കാലം എക്കണോമിക്കലി നമ്മൾ പഠിക്കുകയാണെങ്കിലും എക്കണോമിക്സിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിലും പല കമ്പനീസും ചെറുകിട വ്യവസായ കമ്പനികൾക്ക് കൂടുതൽ ക്യാഷ് ഓഫർ ചെയ്യും. എന്തിനാണ് അത് കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ട് അവർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ പറയുന്ന അത്രയും തോതിൽ സാധനങ്ങൾ എന്ത് ചെയ്യുന്നത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുന്നു, അതൊക്കെ ഒരു ബിസിനസ് എൻ്റർപ്രൈസേഷൻ എന്നൊക്കെ പറയും. അതായത് ഒരു കമ്പനി ക്യാഷ് വാങ്ങിക്കൊണ്ട് അവർ ഡെവലപ്പ് ആയതിനു ശേഷം ഒരു പുതിയ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് എന്ത് മറ്റുള്ളവരുമായിട്ട് ക്യാഷ് ഡീൽ ചെയ്യാം. ഓക്കെ, ആസ് കൊളോണിയൽ കൺട്രോൾ ഓവർ ഇന്ത്യ ട്രേഡ് tightened, the space within which India merchants could function become increasingly limited. They were banned from trading with Europe in manufactured goods and had to export mostly raw materials from good grains, raw cotton, opium, wheat and indigo required by the British. They were also gradually edged out ഓഫ് ദ ഷിപ്പിംഗ് ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കൊളോണിയൽ കൺട്രോൾ അല്ലെങ്കിൽ ഈ രാജ്യം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയായതിനു ശേഷം അവർ ഈ പറഞ്ഞ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്തായി പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഷർട്ടാണെങ്കിൽ ആ ഷർട്ട് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് വിൽക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകും. കാരണം ബ്രിട്ടീഷുകാരാണല്ലോ അപ്പോൾ ആ സമയത്ത് അവിടെ അധികാരത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ പറയും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അപ്പോൾ അവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ പറയുന്നതാണ് വിത്തിൻ ദ ഇന്ത്യൻ മെർച്ചൻസ് കുഡ് ഫംഗ്ഷൻ ബിക്കം ഇൻക്രീസിംഗ്ലി ലിമിറ്റഡ്. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ മെർച്ചൻറ്റ് ഫംഗ്ഷൻസ് ആണ്. ദേ കുഡ് ബോണ്ട് ഫോർ ട്രേഡിംഗ് വിത്ത് യൂറോപ്പ് ഇൻ ദ മാനുഫാക്ചർ ഗുഡ്സ്. അതായത് എക്സ്പോർട്ടിന് ആവശ്യമായ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് ആയ കോട്ടൺ, ഓപ്പിയം, ഗ്രെയിൻസ് അല്ലെങ്കിൽ ഗ്രെയിൻസ്, റോ മെറ്റീരിയൽസ് എല്ലാം ഫൈനസ്റ്റ് വീറ്റ്, ഇൻഡിഗോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇൻഡിഗോ എന്നൊക്കെ അറിയാം നീലം അല്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഇവർ ബ്രിട്ടീഷുകാരുമായിട്ട് കച്ചവടം ചെയ്തിരുന്നു. അല്ലാതെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് നൽകാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആ ഒരു കാലഘട്ടം. ഇനി നമ്മളിപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു കാലം ഇതാണ് ആ ഒരു സമയം. ഈ കൊളോണിയൽ സംവിധാനം തുടങ്ങും. കൊളോണിയൽ സംവിധാനം ആരംഭിക്കുന്ന 1970s. ഓക്കെ, ഇത് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോകയുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ആ സമയത്ത് ഫസ്റ്റ് വേൾഡ് വാർ അല്ലേ, യൂറോപ്യൻ മാനേജിങ് ഏജൻസീസ് in fact controlled a large sector of Indian industry. Three of the biggest one were Bed-Helen and Co. അതായത് ഒരുപാട് ആ സമയത്ത് എന്താണ് ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ കൺട്രികൾ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഇന്ത്യ എന്താണ് ഈ ബ്രിട്ടീഷിൻ്റെയും മറ്റു പല ഡച്ച്, ഫ്രഞ്ച് ഇവരുടെയൊക്കെ അധീനതയിലായിരുന്നു പല പല ചില പോണ്ടിച്ചേരി, ഗോവ, മാഹി പോലെ സ്ഥലങ്ങളൊക്കെ ഡച്ച് അങ്ങനെ ഫ്രഞ്ച് അവരുടെ കീഴിലായിരുന്നു. പിന്നെ മലബാർ പ്രവിശ്യ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബംഗാൾ, ബീഹാർ ഇതൊക്കെ. ആ സമയങ്ങളിൽ ഒരുപാട് പ്രമുഖ കമ്പനികളായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്റില്ല, ഒരു കമ്പനിയായിരുന്നു അല്ലെ, ബ്രിട്ടീഷ് സ്ഥാപിതമായ ഒരു കോട്ടൺ കമ്പനിയായിരുന്നു, ഒരു വ്യവസായ കമ്പനിയായിരുന്നു. അതുപോലെ ഒരുപാട് കമ്പനികളായിരുന്നു ഇന്ത്യയിലെ പല പ്രദേശങ്ങളും പല കോളനികളും ആ സമയത്ത് ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് കൺട്രോൾ ചെയ്തത്. കാരണം ഗവൺമെൻറ്റിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യമായി ബിസി ആയ സമയത്ത് മറ്റ് കമ്പനികളായിരുന്നു ഇവർ ഭരണം ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു 3 കമ്പനിയുടെ പേര് ഇവിടെ പറയുന്നുണ്ട് അല്ലേ, ബേർഡ് ഹേഗ്ലർ ആൻഡ് കോ, പിന്നെ ആൻഡ്രൂ യുലി ആൻഡ്
ജാഡിൻ സ്കിന്നർ ആൻഡ് കോ, പിന്നെ അങ്ങനെയുള്ള കമ്പനീസ് അല്ലേ. അപ്പോൾ ഇതിവർ ഏജൻസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദീസ് ഏജൻസി മൊബിലൈസ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇവരാണ് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്തത്, അറേഞ്ച് ചെയ്തെന്നുള്ളത്. അത് സെറ്റപ്പ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് മാനേജ്ഡ്. നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് എന്നുള്ള വാക്ക് നമ്മൾ 2-3 പ്രാവശ്യം കേൾക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഐഡിയയും കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് അതിനാവശ്യമായ ഫണ്ടില്ല, വളരെ കുറച്ചുള്ളൂ. അപ്പം ഇതേ താല്പര്യമായിട്ട് ഇതേ ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവരും ഇതുപോലെ കാശ് വളരെ കുറച്ചുള്ളൂ, പൂർണ്ണമായി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരാണത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ 2-3 ആൾക്കാരെ കൂടിയിട്ട് അവരവരുടെ കയ്യിലുള്ളത് പോലെ ഇട്ടിട്ട് ആവശ്യമായ ക്യാഷ് അവർ അറേഞ്ച് ചെയ്തതിന് ശേഷം എന്നിട്ട് അത് കോ ആൻഡ് കോ, അല്ലെങ്കിൽ പിന്നെ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, കോപ്പറേറ്റീവ് കമ്പനി, കോപ്പറേറ്റീവ് ബാങ്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതുപോലെ കമ്പനി കോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ അങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുന്നത്. പല വലിയ കമ്പനികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വലിയ അതായത് ഒരു ദിവസം തന്നെ ലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം വരുന്ന വലിയ കമ്പനികളൊക്കെ ചിലപ്പോൾ സ്ഥാപിക്കുന്നു. ഒരാൾക്ക് ഒറ്റയ്ക്ക് സ്ഥാപിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ ഈ പറഞ്ഞ പോലെ മറ്റ് പല ആളുകളുടെ സഹായം, അല്ലെങ്കിൽ മറ്റ് പല ഇതേ ഐഡിയയുമായിട്ട് നിൽക്കുന്ന പല ആളുകളുടെയും എന്ത് ചെയ്യുന്നു, ഒരു ഇതുകൊണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോപ്പറേറ്റീവ് എന്നുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും കോപ്പറേറ്റീവ് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു സ്ഥാപനം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്യാപിറ്റൽ അവർക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. മറ്റേത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയും കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ മെർച്ചന്റ് ഇൻഡസ്ട്രീസ് ഹാഡ് their own charms of commerce with Indian businessmen were not allowed to join. അപ്പോൾ നോക്കിയത് യൂറോപ്യൻ മെർച്ചന്റ് ഇൻഡസ്ട്രീസ് ഹാഡ് their own charms of commerce with which Indian businessmen were not allowed to join. അപ്പോൾ ഈ യൂറോപ്യൻസിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യൂറോപ്യൻ ഒരു വിദേശിയാണ്, ഒരു ഇംഗ്ലീഷുകാരൻ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരനാണ് ഈ കമ്പനി സ്ഥാപിച്ചതെങ്കിൽ അയാൾക്ക് ഇത് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഐഡിയ ഉണ്ട്. അപ്പം അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ അതേ നാട്ടുകാരൻ, ഇപ്പോൾ ഒന്നിനും ബ്രിട്ടീഷ് അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടീഷുകാരനെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് പരിചയമുള്ള ഒരാളാണ്, പക്ഷേ ഒരിക്കലും ഒരു ഇന്ത്യക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഈ ബിസിനസ് നടത്താൻ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ക്യാപിറ്റൽ ഒരിക്കലും സ്വീകരിക്കത്തില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രാധാന്യമുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു ക്യാപിറ്റൽ എന്നുള്ള സമയത്ത് അവർ എത്തിയത്. ഇങ്ങനെ ഈ ക്യാപിറ്റൽ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ യുദ്ധം നടക്കുന്ന സമയത്ത് കാശ് ഒരുപാട് ഗവൺമെൻറ് ഖജനാവിൽ നിന്നും യുദ്ധത്തിനോട് ചിലവാകും. അപ്പോൾ ഇത്തരം ബിസിനസ് റൺ ചെയ്യാനുള്ള ക്യാപിറ്റൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടാകത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് കമ്പനികൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഈ കോർപ്പറേറ്റീവ് സംവിധാനം, അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റീവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോയിൻറ്റ് സ്റ്റോക്ക് സംവിധാനം എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഇവർ ആ സമയത്ത് യുദ്ധ സമയങ്ങളിലും അല്ലെങ്കിൽ ക്യാഷ് ഷോർട്ടേജ് സമയങ്ങളിലൊക്കെ ഇവരെന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ക്യാപിറ്റൽ കണ്ടെത്തിയിരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കണ്ടു കമ്പനികൾ സ്ഥാപിക്കാൻ ആവശ്യമായ ക്യാപിറ്റൽ എത്തി, അത് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കിട്ടി, ഏത് രീതിയിൽ അറേഞ്ച് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. അതിലെന്തൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ ഇന്ത്യൻസിനെ അവർ ഉൾപ്പെടുത്തിയിരുന്നില്ല. ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ മറ്റ് വിദേശ അല്ലെങ്കിൽ അതായത് നാട്ടിലെ ആൾക്കാരെ തന്നെ ഒരു സ്വീകരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തി. ഇനി എവിടെ നിന്ന് ഈ കമ്പനി റൺ ചെയ്യാൻ ആവശ്യമായ വർക്കേഴ്സിനെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നമ്മൾ നോക്കണം. ഓക്കെ, ഒരു ഫാക്ടറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് വർക്കേഴ്സ് വേണമല്ലേ, പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് തന്നെ. ഓക്കെ, ഫാക്ടറീസ് നീഡ് വർക്കേഴ്സ്. ഓക്കെ, ഫാക്ടറീസ് തുടങ്ങിക്കഴിഞ്ഞാൽ വർക്കേഴ്സും സ്വാഭാവികമായിട്ടുണ്ട്. വിത്തിൻ ദ എക്സ്പാൻഷൻ ഓഫ് ഫാക്ടറീസ് ദിസ് ഡിമാൻഡ് ഈസ് 1901 there were 5,84,000 workers in Indian factory. അതുകൊണ്ട് ഒരു ഫാക്ടറി 5,84,000 വർക്കേഴ്സ് ആയിരുന്നു പല കമ്പനികളിലായിട്ട് ഇന്ത്യയിൽ 1901 എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നതാണ്. 1946 ദ നമ്പർ വാസ് ഓവർ. 1946 ആയപ്പോൾ എന്ത് സംഭവിച്ചത്, 24,36,000 പേരായിട്ട് എന്ത് ചെയ്യുന്നു, വർദ്ധിച്ചത്. 5,84,000 എന്നുള്ളത് മാറി എത്രയായി, 24,36,000 എന്നുള്ളതിലേക്ക് വലുതായി കൂടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ നോക്കി അതിൽ ഒരു പ്രധാനപ്പെട്ട പല ആംഗിളിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, പല ആംഗിളിലൂടെ നമ്മൾ നോക്കണം. കാരണം വെച്ചാൽ ഒന്ന്, ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിദേശ ശക്തികളെ ഇന്ത്യയെ അവിടെ കോളനിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, അത് കോളനിയാക്കി വെച്ചിരുന്നു. ആർക്കും അവരവരുടേതായ ഇഷ്ടത്തിനുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബിസിനസ്സോ അല്ലെങ്കിൽ കൃഷി കൊണ്ട് ലാഭമില്ല അല്ലേ. കൃഷി ചെയ്യുന്നെങ്കിൽ ടാക്സ് അടയ്ക്കണം. അത് ഇപ്പോൾ കൃഷി നശിച്ചാലും ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അപ്പോൾ കൃഷി കൊണ്ട് ലാഭമില്ല. ഇനി അങ്ങനെ ടാക്സ് അടയ്ക്കാൻ പറ്റിയപ്പോൾ നമ്മൾ ആദായം എടുക്കുന്ന സമയത്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുന്ന വിലയ്ക്ക് ഇന്ത്യ ഒരു സാധനം വിൽക്കാൻ പറ്റും. അത് കർഷകർക്ക് വളരെ നഷ്ടം ഉണ്ടാകുമെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമയത്ത് പലരും എന്ത് ചെയ്യുന്നു, കൃഷി വിട്ടിട്ട് ബിസിനസ്സും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ ഫാക്ടറി അല്ലെങ്കിൽ ലേബർ ചെയ്യാൻ തോന്നും.
ലേബേഴ്സായി മാറുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന അങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് കമ്പനികൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് ലേബേഴ്സിനെ ഹയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എന്താണ് ഈ പറഞ്ഞ 1900 വെറും 40 വർഷ കാലയളവിൽ ഏതാണ്ട് എത്ര 19 ലക്ഷത്തോളം അല്ലെങ്കിൽ 20 ലക്ഷത്തോളം ആളുകൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ലേബേഴ്സായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കാലത്തിൽ. 5 ലക്ഷത്തിൽ നിന്നും ഇത്ര 24 ലക്ഷത്തിലേക്ക് കണ്ടു. 15-16 ലക്ഷത്തോളം എന്ത് ചെയ്യുന്നു ആളുകൾ മാറി ലേബറായി മാറുകയാണ് ചെയ്യുന്നത്, കർഷകരായിട്ടുള്ള ആൾക്കാർ. In most industrial region, workers came from the districts around. അതായത് പല കമ്പനികളിലും അതിന് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ. ഇപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ IOC അല്ലേ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അല്ലേ, അവിടെ എന്ത് ചെയ്യുന്നു, ഡൽഹിയിലാണ് അതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് എങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ വരെ അവിടെ നിന്ന് ജോലിക്ക് പോകുന്നുണ്ട് അല്ലേ. അന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളിൽ നിന്ന് ജോലി തേടി പല സ്ഥലങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാം, അന്ന് കാണാൻ കഴിയും എന്നുള്ളതായിരുന്നു. ഫ്രം ഓഫ് ദ വില്ലേജ് പെസൻസ് ആൻഡ് ആർട്ടിസൻസ്. ഞാൻ പറഞ്ഞില്ല ടെക്സ്റ്റ് പറയുന്നു, പെസൻസ് ആർട്ടിസൻസ് ഹു ഫൗണ്ട് no work in village went to industrial center in search of work. ഓക്കെ, പെസൻസും ആർട്ടിസൻസിലെ കർഷകരും മറ്റ് തൊഴിലാളികളൊക്കെ മറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഈ പറഞ്ഞ പോലെ ആർട്ടിസൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വസ്ത്രനിർമ്മാണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീവേഴ്സ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ എന്തിലേക്ക് ലേബേഴ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതായത് അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ലേബർ എന്നതിലേക്ക് വരാനുള്ള സാഹചര്യം ഞാൻ നിങ്ങളത് ഇപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അല്ലേ. ഓവർ 50% വർക്കേഴ്സ് ഇൻ ദ ബോംബെ കോട്ടൺ ഇൻഡസ്ട്രീസ് 1900 നമ്മൾ നേരത്തെ 24 ലക്ഷം ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് എത്ര 12 ലക്ഷത്തോളം ആൾക്കാർ തന്നെ എന്ത് ചെയ്യുന്നു, 50% ആൾക്കാർ ബോംബെയിൽ തന്നെ എന്ത് ചെയ്യുന്നു. കാരണം ബോംബെയിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഫാക്ടറീസ് ഉണ്ട്. ബോംബെ കോട്ടൺ ഇൻഡസ്ട്രീസ് 1911 1911 നിലവിലുള്ള അന്ന് 1911 എത്രത്തോളം ലേബേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ പകുതിയോളം ആൾക്കാർ ഇവിടെ ബോംബെയിലും അല്ലെ ഒക്കെ ഫ്രം നൈബറിംഗ് ഡിസ്ട്രിക്ട്സ് ഇൻ രത്നഗിരി. While the mill of Kanpur got most of their textiles hands from the villages within the district of Kanpur. Most of അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പല ഫാക്ടറികളിലും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോംബെ ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ അങ്ങനെ ജോലിക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലേബേഴ്സ് ചെന്നിരുന്നതാണ്. അത് മാത്രമല്ല ഏതൊരു ഫാക്ടറി എടുത്തു കഴിഞ്ഞാലും അന്ന് നമുക്കറിയാം കാൺപൂർ, രത്തൻപൂർ, അതുപോലെ തന്നെ ബോംബെ, ബംഗാൾ, ബീഹാർ, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ മൈസൂർ, പോണ്ടിച്ചേരി, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ഫാക്ടറികൾ എന്ത് ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ. കോട്ടൺ ഫാക്ടറികൾ മാത്രമല്ല പല ഫാക്ടറികളുണ്ട്, പലതരം ഫാക്ടറികൾ പല ഫാക്ടറികൾ എന്ത് ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ സ്ഥാപിതമായിരുന്നു. അവിടത്തേക്ക് ആവശ്യമായ ലേബേഴ്സ് അല്ലെങ്കിൽ അവിടത്തേക്ക് ആവശ്യമായ ജോലിക്കാരെ പലപ്പോഴും അവർക്ക് കിട്ടിയിരുന്നത് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അടുത്തുള്ള പ്രദേശങ്ങളിലെ ചുറ്റുവട്ടത്തിൽ നിന്നൊക്കെയാണ്. വളരെ ചീപ്പ് ലേബറിലായിരുന്നു അവർ ഹയർ ചെയ്യുന്നതാണ്. Okay, over time, as news of employment spread, workers traveled great distance from. പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ മൈൽ ഒരുപാട് അല്ലേ, ഈ ജോലി സാധ്യത ഒരുപാട് കൂടിയ സമയത്ത് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ കോട്ടൺ മിൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കാരണം പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് ഫാക്ടറികൾ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കണം. അപ്പം വർക്കേഴ്സിൻ്റെ ആവശ്യകതയും കൂടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സമയത്ത് ഒരുപാട് ദൂരെ നിന്നും അല്ലേ, അതിപ്പം പോണ്ടിച്ചേരിയിൽ നിന്ന് അല്ലെങ്കിൽ ഗോവയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ ഒരാൾ ഇവിടെ ജമ്മുവിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബീഹാറിലോ ബംഗാളിലോ ഒക്കെ എന്ത് ചെയ്യുന്നു ജോലി തേടി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടുകൊണ്ടേ എന്നുള്ളത് അല്ലേ. The number seeking work were always more than jobs available. Entry into the mill was also restricted. Industries usually employed a jobber to get new recruits. Very often, the jobber was an old and trusted worker. He got people from his village and ensured them job, helped them settle in the city, and provided them money in time of crisis. The jobbers therefore became a person with some authority and power. He began demanding money and gift for his favor and controlling the life of workers.
അപ്പോൾ നോക്കി ഇവിടെ വേറൊരു കാര്യം, ഗെറ്റിംഗ് ജോബ് വാസ് ആൾവേസ് ഉണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ചില ലേബേഴ്സ് ഒരുപാട് കൂടുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം 10 വേക്കൻസികൾ നമുക്കിപ്പോൾ പി എസ് സി എക്സാം എഴുതുന്ന 5000 വേക്കൻസിക്ക് എഴുതുന്ന 5 ലക്ഷം പേരായിരിക്കും. ഈ 5000 വേക്കൻസി 5 ലക്ഷം പേര് എഴുതി കഴിഞ്ഞാൽ 10 അതിൽ ഒരു 2.5 ലക്ഷം പേര് സെലക്ട് ആയി എങ്കിൽ 2.5 ലക്ഷം പേർക്ക് ജോലി കൊടുക്കും. ഇല്ല, 5000 വേക്കൻസി ഉള്ളൂ. അപ്പം 5 ലക്ഷം പേര് എഴുതിയാൽ 5000 പേർക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ ജോലി അത് കിട്ടുക എന്നുള്ളത് ജോലിക്കാരുണ്ട്, പക്ഷേ ജോലി കിട്ടുക എന്നുള്ളത് എന്ത് വളരെ ഡിഫിക്കൽട്ടുള്ള കാര്യമാണ് അല്ലേ. ഈവൻ വെൻ ഇപ്പം നോക്കി, ഈവൻ വെൻ മീൽ മൾട്ടിപ്ലൈഡ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ദ വർക്കേഴ്സ് ഇൻക്രീസ്, അല്ലെ വർക്കേഴ്സ് ഇൻക്രീസ് എങ്കിൽ പോലും ദ നമ്പർ സീക്കിംഗ് വർക്ക് വെയർ ഓൾവേസ് മോർ ദാൻ ദ ജോബ് അവൈലബിൾ. അപ്പം ഈ ജോലി തേടി വരുന്ന ആളുകളുടെ എണ്ണം ജോലിയുടെ നിലവിലെ വേക്കൻസിയേക്കാളും കൂടുതലായിരുന്ന ഒരു സാഹചര്യം വരുന്നു ആ കാലഘട്ടത്തിൽ. എൻട്രി ഇൻറ്റു ദ മിൽ വാസ് ഓൾസോ റെസ്ട്രിക്റ്റഡ്. അപ്പം ആ സമയത്ത് തന്നെ മില്ലിൽ കടക്കുക എന്ന് വെച്ചാൽ ചിലപ്പം റെസ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. കൂടുതലും തുണി മില്ലുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇൻഡസ്ട്രീസ് യൂഷ്വലി എംപ്ലോയ്ഡ് എ ജോബ് ടു ഗെറ്റ് ന്യൂ റിക്രൂട്ട്സ്. അപ്പോൾ ഇത് നമുക്കറിയാം, ഈ പല ഈ പറഞ്ഞ ഈ ഏജൻസികളുണ്ടല്ലോ, മാൻ പവർ ഏജൻസി എന്ന് പറയുമ്പോൾ, അതായത് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയും. അപ്പോൾ അത്തരം അങ്ങനെ കുറേ ജോബേഴ്സിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആളുകൾ പുതിയ ആൾക്കാരെ എത്തിക്കുന്ന രീതിയിൽ കുറേ ഇടനിലക്കാരൊക്കെ അങ്ങനെ ജോബേഴ്സിനൊക്കെയാണ്. അപ്പോൾ എംപ്ലോയ്ഡ് എ ജോബർ ടു ഗെറ്റ് ന്യൂ റിക്രൂട്ട്സ്, ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഏജൻറ്റിനെ ഒക്കെയാണ്, അതായത് പുതിയ റിക്രൂട്ട്സിനെ എത്തിച്ചു കൊടുക്കാൻ, ജോലിക്ക് ആവശ്യമായ ജോലിക്കാരെ റിക്രൂട്ട്, അതായത് വിശ്വസ്തരായ ജോലിക്കാരെ എത്തിച്ചു കൊടുക്കാൻ ഒരു ജോബർ വയ്ക്കുക. വെരി ഓഫൺ ദ ജോബർ വാസ് ആൻ ഓൾഡ് ആൻഡ് ട്രസ്റ്റഡ് വർക്കർ. ഹി ഗോട്ട് പീപ്പിൾ ഫ്രം ഹിസ് വില്ലേജ്, entered them jobs, helped them settle in the city and provided them money in ടൈംസ് ഓഫ് ക്രൈസിസ്. അപ്പോൾ ഈ ജോബർ എന്ത് ചെയ്യുന്നു, ഇയാളുടെ കീഴിലുള്ള ആൾക്കാർ അല്ലേ, നമ്മൾ ഈ ഇവിടെ മാൻ പവർ പല ഏജൻസിയിലുള്ള ആൾക്കാരുടെ നമ്മൾ ഈ ചില ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ GS അല്ലെങ്കിൽ M4 എന്നൊക്കെ പറഞ്ഞ് ചില സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഇവരെന്ന് ഈ ഹോസ്പിറ്റൽ അതോറിറ്റി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി മിക്കവാറും എല്ലാ സെക്യൂരിറ്റീസിൻ്റെ യൂണിഫോം സെയിം ആയിരിക്കും. അത് മാത്രം അവരുടെ സൈഡിലും ബാഡ്സിലും എന്ത് ചെയ്യുന്നു, അവരെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാൻ പവർ ഏജൻസി അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു എംപ്ലോം ആയിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ കമ്പനിയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യമായ സെക്യൂരിറ്റി ഗാർഡ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കമ്പനികൾക്ക് ആവശ്യമായ വർക്കേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന ചില ഇടനിലക്കാരുണ്ട്. അവരെ എന്ത് ചെയ്യുന്നു, കമ്പനി റിക്രൂട്ട് ചെയ്യും, വിശ്വസ്തരായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് അവരുടെ ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആൾക്കാരിൽ നിന്നോ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കമ്പനിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അവരുടെ ജോലി വാങ്ങിക്കൊടുക്കും, അവർക്ക് സിറ്റിയിൽ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള അവരുടെ ഫുഡ്, അക്കോമഡേഷൻ, അവരുടെ സേഫ്റ്റി കാരനെല്ലാം അവർ തന്നെ കമ്പനിയിൽ നിന്നും വാങ്ങിക്കൊടുക്കും. അപ്പോൾ നോക്കി, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കേഴ്സിനെ കണ്ടെത്തിയത്. മുമ്പ് ഡയറക്റ്റായിരുന്നു, പിന്നീട് ഇങ്ങനെ വരാം. കാരണം ഇതിന് എന്താണെന്ന് വെച്ചാൽ പല വർക്കേഴ്സും വന്നിട്ട് പല നാശനഷ്ടങ്ങൾക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചില ആൾക്കാരെ. അപ്പം കമ്പനി ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇയാളോട് ചോദിച്ചാൽ മതിയല്ലോ, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ. ഹി ഗോട്ട് പീപ്പിൾസ് ഫ്രം ദി വില്ലേജ് അല്ലേ, അയാളുടെ വില്ലേജിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, ആൾക്കൊണ്ടുവരുന്നത്. ദ ജോബർ ദെയർഫോർ ബിക്കേം എ പേഴ്സൺ with some authority and power. He began demanding money and gifts for his favor and controlling the life of the workers. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് കമ്പനിക്ക് ആവശ്യമായ വർക്കേഴ്സിനെ നൽകുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇയാൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ജോബർ എന്ത് ചെയ്യുന്നു, കമ്പനിയിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ സ്വന്തം ഇതിന് വേണ്ടി ആനുകൂല്യങ്ങൾ, അതായത് നമ്മുടെ ഈ എന്താ പറയുക, ബോണസ്, മനസ്സിലായില്ലേ? ഈ പറഞ്ഞ പോലെ ഓണത്തിന് ബോണസ് കിട്ടും, ചിലപ്പോൾ ക്രിസ്മസിന് ബോണസ് കിട്ടും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇതിന് കിട്ടും. അതുപോലെ തന്നെ ചില ഓഫേഴ്സ്, അഡ്വാൻസ്, ക്യാഷ് അഡ്വാൻസ് കിട്ടുക, അല്ലെങ്കിൽ ലോണ്, PF, ഗ്രാറ്റുവിറ്റി, പ്രോഡക്റ്റ് അടങ്ങുന്ന ഒരുപാട് കാര്യമുണ്ട് അല്ലേ. ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നീട് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം കമ്പനി നിലനിൽക്കണമെങ്കിൽ ആര് വേണം, വർക്കേഴ്സ് വേണം. വർക്കേഴ്സ് കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് ശമ്പളത്തിന് പുറകെ അവരുടേതായ ചില അവർ നേടിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർ കാരണം കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൽ ഒരു വിഹിതം എന്ത് ചെയ്യുന്നു, അവർ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി. എങ്ങനെ, ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ബോണസ് ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ PF ആയിട്ടോ അങ്ങനെയൊക്കെ. അപ്പം വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിൻ്റെ ആ ഒരു പുതിയൊരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദ നമ്പർ ഓഫ് ദ ഫാക്ടറി വർക്കേഴ്സ് ഇൻക്രീസ്ഡ് ഓവർ ടൈം അല്ലേ. ഹവർ ആസ് യു വിൽ സീ ഫ്രം ദ സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ ഇൻഡസ്ട്രി. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കമ്പനികളിൽ നിന്ന് പല രീതിയിലും എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പൊതുവെ നോക്കിയത്. പുതിയ എൻ്റർപ്രണർഷിപ്പിൻ്റെ ക്യാപിറ്റൽ എങ്ങനെ വരുന്നു നമ്മൾ കണ്ടായിരുന്നു. ഈ ക്യാപിറ്റൽ അവരെങ്ങനെ വിനിയോഗിക്കുന്നു നമ്മൾ കണ്ടായിരുന്നു. പിന്നെ വർക്കേഴ്സ് വരുന്നുണ്ടെന്ന്, വർക്കേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറുന്നുള്ളത്, ഈ വർക്കേഴ്സ് എങ്ങനെ ഫാക്ടറിയിലേക്ക് എൻ്റർ ആവുന്നു എന്നുള്ള കാര്യങ്ങളും, അതായത് ജോബേഴ്സ് എന്നുള്ള കാര്യമൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. ഇനി നമുക്ക് നോക്കേണ്ടത് പെക്യുലാരിറ്റീസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.